ജി ശ്രീകുമാർ രചിച്ച യൂറോപ്പിന്റെ വൈവിധ്യങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കവി വി മധുസൂദനൻ നായർ നിർവഹിച്ചു. നിയമവകുപ്പ് മുൻ അഡീഷണൽ സെക്രട്ടറിയും മുൻ വനം മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന ജി ശ്രീകുമാർ രചിച്ച യൂറോപ്പിന്റെ വൈവിധ്യങ്ങളിലൂടെ എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിന്റെ പ്രകാശനം കവി വി മധുസൂദനൻ നായർ നിർവഹിച്ചു. തിരുവനന്തപുരത്ത് ചിരാഹിൻ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിരമിച്ച നിയമവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാംസ്കാരിക കൂട്ടായ്മയായ അരോൾസിന്റെ സെക്രട്ടറി രാജീവ് അക്ഷന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. സംഘടനയുടെ പ്രസിഡന്റ് പത്മനാഭൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തെറ്റിച്ച് ജീവിക്കാനാണ് നമുക്ക് പ്രവണത. അത് വലിപ്പമായിട്ടും ഒക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ പ്രപഞ്ച നിയമത്തിലാണ് സത്യമുള്ളത്. സത്യത്തിൻ്റെ ആവിഷ്കാരമാണ് ഓണം എന്ന് പറയുന്നത്. ഇപ്പോൾ കള്ളം ചെയ്യാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് ഓണം എന്ന് വന്നു പോയിരിക്കുന്നു. ഓണത്തിൽ പോലും മായമാണ്. അതുകൊണ്ട് നമ്മൾ ഓണം എന്ന പേരിൽ ആഘോഷിക്കുമ്പോഴെല്ലാം എന്നും സ്വന്തം മനസ്സിന് ഓണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ വിധത്തിലുമുള്ള ഈ ഒരുമ, മനസ്സൊരുമ, കർമ്മത്തിൻ്റെ ഒരുമ, ഭാവനയുടെ ഒരുമ നേരുന്നു. ഈ വിധത്തിൽ ഒരു സായന്തനത്തിലെ കൂട്ടായ്മ നമുക്ക് നല്ല ഉറക്കത്തിൽ തരട്ടെ എന്നാണ് എൻ്റെ വിനീതമായ പ്രാർത്ഥന. എല്ലാവർക്കും ദീർഘായുസ്സും കർമ്മപുഷ്ടിയും ചിന്താപുഷ്ടിയും വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കുക. അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ ശ്രീകുമാർ എഴുതിയ ഈ യാത്രാ വിവരണത്തിൻ്റെ പ്രകാശനം കൂടി നടത്താനായിട്ട് നമ്മുടെ മധുസൂദനൻ സാറിനെ ക്ഷണിച്ചതും അദ്ദേഹം അതിലേക്ക് സന്നിഹിതനായത്. നമ്മുടെ അസോസിയേഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. അദ്ദേഹത്തിന് പോകണമെന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ അഭിമാനമുണ്ട്. നമുക്കറിയാം മലയാളത്തിൽ ഈ മലയാളികളെല്ലാം യാത്രാപ്രിയരാണ്. പണ്ട് ഇന്ത്യയിൽ തന്നെ ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ ആദ്യത്തെ യാത്രാവിവരണ പുസ്തകം ഇറങ്ങിയത് മലയാളത്തിലാണ്. നമുക്കറിയാം പാറമാക്കൽ തോമാ കത്തനാർ എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ പോർച്ചുഗലിലും പിന്നെ മാർപ്പാപ്പയൊക്കെ കാണാൻ വേണ്ടി പോയ ഒരു ദുരിതയാത്രയുണ്ട്. ദുരിതയാത്ര എന്ന് പറഞ്ഞത് 8 വർഷം എടുത്താണ് അദ്ദേഹം അത്രയും സ്ഥലത്ത് പോയത്. കപ്പലിൽ വാസ്കോ ഡി ഗാമ വന്നതുപോലെ പായ്ക്കപ്പലിലൊക്കെ പോയി. ഏതാണ്ട് നമ്മുടെ സൂയസ് കനാലൊക്കെ വരുന്നതിന് 80 വർഷം മുമ്പ് ഈ ആഫ്രിക്കയിലെ ഗുഹൊക്കെ ചുറ്റി അങ്ങ് സൗത്ത് അമേരിക്കയിൽ വരെ പോയി തട്ടി തിരിച്ച് പോർച്ചുഗീസിൽ വന്ന് അവിടുന്ന് മാർപ്പാപ്പയെ കണ്ട് തിരിച്ച് ശ്രീലങ്ക വരെ വന്ന ഒരു യാത്രയുണ്ട്. അത് ഇന്ത്യയിലെ മലയാളത്തിലാണ് ആദ്യമായിട്ട് ഒരു യാത്രാവിവരണ പുസ്തകം. അതും ഇപ്പോൾ പഴയ യാദൃശ്യമായി പറഞ്ഞാൽ സാർ പറഞ്ഞ പോലെ യൂറോപ്പിനെ കുറിച്ച് തന്നെയായിരുന്നു. സാമൂഹികയുടെ പേരിൽ ഒന്നും നടത്തണ്ട എന്നുള്ള തീരുമാനത്തിലാണ് എന്നിട്ട് അതൊരു സൗഹൃദ കൂട്ടായ്മയായി പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത്. സാധാരണ എല്ലാ വർഷവും ഓണത്തിന് അത്തപ്പൂക്കളം ഉണ്ടാകുന്നു, പിന്നെ ഓണക്കൊടി സമ്മാനിക്കുമായിരുന്നു. അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് വളരെ ലളിതമായ രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്.